1201 ആണ്ട് കന്നി മാസത്തിലെ ജ്യോതിഷ ഫലങ്ങളാണ് ഇവിടെ പ്രവചിക്കുന്നത്. അതായത് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജ്യോതിഷ ഫലങ്ങളാണ്. 17/9/2025 മുതൽ 17/10/2025 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ്. സമ്പത്ത് പ്രതീക്ഷിക്കുന്നത് ഉണ്ടാകാം. പ്രതീക്ഷിക്കുന്ന സമ്പത്ത് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. പല വഴികളിലൂടെയും പദവിയും അധികാരവുമുള്ള ജോലി ലഭിക്കാം. പുതിയ മിത്രങ്ങളെയും പുതിയ ബന്ധങ്ങളെയും ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. പുതിയ ബന്ധങ്ങൾ ലഭിച്ചേക്കാം. വീട് വാങ്ങാനും അതിൽ ഉടൻ തന്നെ താമസമാകാനും വസിക്കാനുമുള്ള ഭാഗ്യം ലഭിക്കുന്നു. ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ചേക്കാറാൻ സാധിക്കുന്നു. വേറെ ഏതെങ്കിലും അന്യദേശത്തേക്കോ അന്യ സ്ഥലത്തേക്കോ മാറണമെങ്കിൽ അതിനും സാധിക്കുന്നു. ആരോഗ്യം ഒരു പരിധിവരെ നല്ലതായിരിക്കും. ദുർജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം മൂലം പല ആപത്തുകളിലും ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യം കൊണ്ട് അത് രക്ഷപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. പൊതുവെ ഗുണകരമായി തോന്നും എങ്കിലും ചില ഗ്രഹങ്ങൾ മോശം രാശിയിൽ കൂടി സഞ്ചരിക്കുകയാൽ ചില മോശഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. പല കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി പല ദിവസങ്ങളിൽ വെറുതെ അലയുന്ന ഒരു സാധ്യത വന്നേക്കാം. ആകാശക്കോട്ടകൾ, അതായത് നമ്മുടെ മനസ്സിൽ ചില പ്രതീക്ഷകളൊക്കെ പോകുന്നത് തകരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അശ്രദ്ധ മൂലം ധാരാളം പണം ചെലവാകാനുള്ള സാധ്യതയുണ്ട്. ചതി വഞ്ചന മുതലായ കൃത്യങ്ങളിൽ അകപ്പെടാനും അതിൻ്റേതായ ആപത്തുകളിൽ നിന്നും രക്ഷ നേടുമെങ്കിലും പിന്നീട് അതിൻ്റെ ദോഷഫലങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബന്ധുക്കളുടെ ആപത്ത്, രോഗം മുതലായ നിമിത്തം യാത്രാക്ലേശം വരാനും ഉള്ള സാധ്യത കാണുന്നു. അതുമൂലമുള്ള ദുഃഖങ്ങളും വരുന്നതിനുള്ള സാധ്യത കാണുന്നു. ഒരു ജ്യോതിഷനെ സന്ദർശിച്ച് നിങ്ങൾ ജാതക പരിശോധന നടത്തുന്നത് അത്യാവശ്യമാകുന്നു. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം വേണ്ടുന്ന പൂജകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള പൂജകളൊക്കെ നിങ്ങൾ ചെയ്യുക. ഗുരുവും ശനിയും മോശാവസ്ഥയിലാകയാൽ അതിൻ്റേതായിട്ടുള്ള എല്ലാ മോശങ്ങളും വരുന്നതിനുള്ള സാധ്യത കാണുന്നു. സർക്കാരിൽ നിന്നും ശാസനകൾ ലഭിക്കാം. വിലപ്പെട്ട പലതും മോഷ്ടാക്കളാൽ അപഹരിക്കപ്പെടാൻ, മോഷ്ടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. തീപിടുത്തം പോലുള്ള നമുക്ക് പൊള്ളലേൽക്കാണ്ട് ശ്രദ്ധിക്കുക. വാഹനാപകടം വരാണ്ട് ശ്രദ്ധിക്കുക. ദശാസന്ധികൾ പരിശോധിച്ചാലേ കൃത്യമായ ഫലങ്ങൾ പ്രവചിക്കുവാൻ സാധിക്കൂ. നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ നല്ല ഫലങ്ങളും, മോശഗ്രഹങ്ങളുടെ ദശാസന്ധിയാണെങ്കിൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാം. ഒരു കുടുംബത്തിൽ എല്ലാ പേർക്കും നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ ഏറെ പ്രതീക്ഷിക്കാം. പ്രതീക്ഷിച്ചതിലും കൂടുതൽ നല്ല ഫലങ്ങൾ ലഭ്യമാകാം. മറിച്ച് മോശഗ്രഹങ്ങളുടെ ദശാസന്ധിയോ ഗ്രഹപകർച്ചയോ ആണ് നടക്കുന്നതെങ്കിൽ മോശഫലങ്ങളായിരിക്കും കൂടുതലും ലഭ്യമാവുക. ആയതിനാൽ ഒരു ജ്യോതിഷനെ സന്ദർശിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജ്യോതിഷനെ സന്ദർശിച്ച് അദ്ദേഹത്തിൻ്റെ ജാതകം പരിശോധിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായപ്രകാരം വേണ്ടുന്ന പൂജകൾ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ചെയ്യുക. ജ്യോതിഷപരമായോ പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. ഈ ഒരു മാസക്കാലം നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധിയും ദീർഘായുസ്സായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.